ഈ ചോദ്യം പ്രസക്തമായ ചോദ്യമാണ്. പലരും എന്നോട് ചോദിക്കാറുണ്ട് ഒരു ഇന്റീരിയർ ഡിസൈനറിൻ്റെ പ്രസക്തി എന്താണെന്ന്. പിൻട്രസ്റ്റിലും ഒരുപാട് മാഗസിനും ഒക്കെ ഉള്ളപ്പോൾ എല്ലാം കൂടി കളക്ട് ചെയ്ത് വെച്ചിട്ട് ഒരു കോൺട്രാക്ടിനെ വിളിച്ച് അവനോട് ആഗ്രഹങ്ങൾ പറഞ്ഞ് അവനോട് ഐഡിയാസ് പറഞ്ഞിട്ട് അങ്ങ് ചെയ്തു പോകുന്നത് ഒരുപാട് വീടുകളെ ഞാൻ കാണാറുണ്ട്. ഒരിക്കലും അത് ചെയ്യരുതെന്നുള്ളതാണ് പേഴ്സണൽ എൻ്റെ ഒപ്പീനിയൻ. കാര്യം ഒരു ഡിസൈനറിൻ്റെ അടുത്തേക്ക് നമ്മൾ സമീപിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്ന റിസൾട്ട്. നമ്മളിത് 1-2 രൂപ മുടക്കി ചെയ്യുന്നതല്ല, ഒരുപാട് പൈസ മുടക്കി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടി ഒരുപാട് ദിവസങ്ങളുടെ ആലോചനയിലാണ് ഒരു ഡിസൈൻ ജനിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിൽ നമ്മളെല്ലാവരും നിൽക്കുന്ന പൊസിഷൻ എല്ലാവർക്കും ഇപ്പോൾ ഓരോ ഡോക്ടറാണെങ്കിലും എഞ്ചിനീയേഴ്സ് ആണെങ്കിലും അവരവരുടെ പ്രൊഫഷണൽ അവരവരെല്ലാവരും മിടുക്കന്മാർ തന്നെയായിരിക്കും. പക്ഷേങ്കിൽ ഒരു ഡിസൈനിങ്ങിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഒരാളെ തന്നെ തിരഞ്ഞെടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായി അദ്ദേഹത്തിനോട് കൺവേ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു റിസൾട്ട് ഉണ്ട്. അത് നമ്മുടെ ആഗ്രഹത്തിന് ചേർന്ന രീതിയിൽ തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ആ റിസൾട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രൊജക്റ്റ് സക്സസ് ആയി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ പരീക്ഷണത്തിൽ മുതിരാതിരിക്കുന്നതാണ് നല്ലത്. നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ച കാര്യങ്ങൾ അദ്ദേഹത്തിനോട് പറയുകയും അതിൽ നിന്നുള്ളൊരു ഔട്ട്പുട്ട് കിട്ടുമ്പോഴാണ് നല്ലൊരു ഡിസൈൻ ഉണ്ടാകുന്നതും നല്ലൊരു വർക്ക് ഉണ്ടാകുന്നത്. ഒരു കോൺട്രാക്ടിനെ കൺട്രോൾ ചെയ്യണതിൽ ഒരു ഡിസൈനറിൻ്റെ പ്രസക്തി വളരെയേറെയാണ്. ഇതെല്ലാം കൂടി കൃത്യമായാൽ നല്ലൊരു വർക്കാക്കി നമുക്ക് മാറ്റാൻ പറ്റും. അതുകൊണ്ട് ഒരിക്കലും സ്വയം പരീക്ഷണത്തിലൂടെ ഒരു സംഭവം ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം. താങ്ക് യു.